ഹലോ ഫാക്ടറി ടിവിയുടെ എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറെ നാളായില്ലേ കണ്ടിട്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു പഴമല്ലേ അല്ലേ, മാങ്ങപ്പഴം. പഴുത്ത മാമ്പഴം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആരും തന്നെ നമുക്കിടയിൽ ഉണ്ടാകില്ല. അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല. വ്യാവസായികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ജ്യൂസ് നിർമ്മിക്കാനും അച്ചാർ നിർമ്മിക്കാനൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ മാങ്ങാപ്പഴം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാമ്പഴ കൃഷിക്ക് വലിയ സാധ്യതകളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫാക്ടറി ടിവിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ മാമ്പഴത്തിന്റെ വ്യാവസായിക ഉൽപാദനം എങ്ങനെയാണെന്നൊക്കെയാണ്, അതുപോലെ ഉൽപ്പാദിപ്പിക്കേണ്ട മാമ്പഴം വിപണിയിൽ എത്തുവാൻ എങ്ങനെയാണ് തയ്യാറാക്കപ്പെടുന്നത് എന്നുള്ള വിശേഷങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അല്പം മാമ്പഴ കൃഷി ചരിത്രം കേട്ടിട്ട് വീഡിയോയിലേക്ക് പോകാം അല്ലേ. വടക്ക് പടിഞ്ഞാറൻ മ്യാൻമർ, ബംഗ്ലാദേശ്, വടക്ക് കിഴക്കൻ ഇന്ത്യ എന്നിവിടങ്ങളിലായി മാമ്പഴത്തിന്റെ ജന്മദേശമായിട്ട് കരുതപ്പെടുന്നത്. പുരാതന കാലം മുതൽക്കേ തെക്കൻ ഏഷ്യയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലും മാമ്പഴം കൃഷി ചെയ്തിരുന്നതായിട്ട് പറയപ്പെടുന്നു. 9-ാം നൂറ്റാണ്ടിലും 10-ാം നൂറ്റാണ്ടിലും ഏഷ്യയിലെത്തിയ പേർഷ്യൻ, അറബ് സഞ്ചാരികളിലൂടെയാണ് മാമ്പഴം ഏഷ്യൻ അതിർത്തിക്ക് പുറത്തേക്ക് കടന്നത്. അവർ മുഖേനയാണ് മാമ്പഴം ആദ്യമായിട്ട് കിഴക്കൻ ആഫ്രിക്കയിൽ എത്തപ്പെട്ടത്. 14-ാം നൂറ്റാണ്ടില് ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള സൊമാലിയയിലെ മൊഗദീഷു സന്ദർശിച്ച മൊറോക്കൻ സഞ്ചാരി ഇബ്ൻ ബത്തൂത്ത അവിടെ മാമ്പഴം കണ്ടെത്തിയതായിട്ട് തന്റെ വിവരണങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊളോണിയൽ കാലഘട്ടത്തോടെ മാമ്പഴം ലോകം മുഴുവൻ എത്തിച്ചേർന്നു. ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാർ ഗോവയിലെ തങ്ങളുടെ പോർച്ചുഗീസ് കോളനി വഴി കിഴക്കൻ ആഫ്രിക്കയിലും പടിഞ്ഞാറൻ ആഫ്രിക്കയിലും മാമ്പഴം കൂടുതലായിട്ട് എത്തിച്ചു. പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ നിന്നാണ് തെക്കൻ അമേരിക്കൻ രാജ്യമായിട്ടുള്ള ബ്രസീലിലേക്ക് 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലും മാമ്പഴമൊക്കെ എത്തിച്ചേർന്നത്. ബ്രസീലിൽ നിന്നാണ് കരീബിയൻ മേഖലയിലും മെക്സിക്കോയിലുമെല്ലാം നമ്മുടെ മാമ്പഴമൊക്കെ എത്തിയത് കേട്ടോ. അമേരിക്കയിലെ ഫ്ലോറിഡയിലും മാമ്പഴം എത്തിച്ചേർന്നത് 1833 മാത്രമാണ്. അപ്പതേ ഇങ്ങനെയൊക്കെയാണ് ഏഷ്യയിൽ പിറന്നു വീണ നമ്മുടെ മാമ്പഴം, നമ്മുടെ പച്ചമാങ്ങ, മാമ്പഴം, പഴുത്ത മാങ്ങ എന്ന മധുരഫലം ലോകം കീഴടക്കിയ ചൈത്രയാത്ര നടത്തിയത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ചരിത്രം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വ്യാവസായിക അടിസ്ഥാനത്തിൽ മാമ്പഴ കൃഷി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ കാണാൻ പോവുകയാണ് കേട്ടോ. ഒരു വലിയ പ്രദേശം നിറഞ്ഞു നിൽക്കുന്ന തോട്ടങ്ങളിലാണ് മാവുകൾ നട്ടുവളർത്തുന്നത്. വസന്തകാലത്തിന്റെ അവസാന നാളുകളിലാണ് കർഷകര് തങ്ങൾക്ക് തോട്ടങ്ങളിലെ മാവിൻ തൈകളൊക്കെ നടുന്നത്. വരിവരിയായിട്ടാണ് മാവിൻ തൈകൾ തോട്ടത്തിൽ നട്ടുപിടിപ്പിക്കാറുള്ളത്. മാവിൻ തൈകൾ മുഴുവൻ നട്ടുകഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം വരിവരിയായിട്ട് നട്ട മാവിൻ തൈകൾക്കിടയിൽ നീളമുള്ള തടികൾ യന്ത്ര സഹായത്തോടെ കുഴിച്ചിരുന്നു. മാവിൻ തൈകൾ കൃത്യമായിട്ട് വളരുന്നതിന് വേണ്ടിയിട്ടാണ്, സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത്തരത്തിൽ തടികളൊക്കെ കുഴിച്ചിരുന്നത്. ഈ തടികൾ തമ്മിൽ നീളമുള്ള സ്റ്റീൽ കമ്പികൾ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുകയും അങ്ങനെ ബന്ധിപ്പിച്ച കമ്പികളിൽ മാവിന്റെ ശിഖരങ്ങൾ ബന്ധിച്ചു വെച്ച് അവ കൃത്യമായ ദിശയിൽ വളരുന്നത് ഉറപ്പുവരുത്തുന്നു. അതോടൊപ്പം തന്നെ മാവിൻ തൈകളിൽ നിന്നും അനാവശ്യമായിട്ടുള്ള ശിഖരങ്ങൾ കർഷകർ മുറിച്ചു മാറ്റുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ സ്റ്റീൽ വയറുകൾ ഉപയോഗിക്കുന്നതിലൂടെ മാവുകൾ വളഞ്ഞു പൊളഞ്ഞു വളരാതെ നേരെ തന്നെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നു. മാവിൻ തൈകൾ നട്ടതിന് ശേഷം ഏകദേശം 2 മുതൽ 3 വർഷങ്ങൾക്ക് ശേഷം മാത്രമേ നമുക്ക് അവയിൽ നിന്നൊക്കെ വിളവെടുക്കാൻ സാധിക്കുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. വേനൽക്കാലത്തിന്റെ തുടക്കത്തിലാണ് മാവുകൾ പൂവിട്ട് തുടങ്ങുന്നത്. പൂവിട്ടതിന് ശേഷം ഏകദേശം 105ഓളം ദിവസങ്ങൾക്ക് ശേഷമാണ് മാവുകളിലെ മാമ്പഴങ്ങൾ വിളവെടുപ്പ് തയ്യാറാകുന്നത്. വിളവെടുപ്പിന് തയ്യാറായി നിൽക്കുന്ന മാവുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാവുകളിൽ നിന്നും പാകമായ മാങ്ങ പറിക്കുക എന്നത് മാങ്ങയുടെ വിളവെടുപ്പ് സമയത്ത് ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. മാവുകളുടെ ഉയരത്തിനനുസരിച്ചും പല വിധത്തിലുള്ള വിളവെടുപ്പ് രീതികളാണ് കർഷകർ അവലംബിക്കുന്നത്. ഉയരം കുറഞ്ഞ മാവുകളിൽ നിന്നും അതുപോലെ തന്നെ ഉയരമുള്ള മാവുകളുടെ താഴെയുള്ള ചില്ലകളിൽ പിടിക്കുന്ന മാങ്ങകൾ വളരെ എളുപ്പത്തിൽ കൈകൊണ്ട് തന്നെ അടർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. എന്നാൽ മാവിന്റെ ഉയരമുള്ള ചില്ലകളിൽ നിൽക്കുന്ന മാങ്ങകൾ പറിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഉയരത്തിൽ നിൽക്കുന്ന മാങ്ങകൾ തറയിൽ വീഴാതെ വേണം പറിച്ചെടുക്കേണ്ടത്. തറയിൽ വീഴുന്ന മാങ്ങകൾ വേഗത്തിൽ കേടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൈകൾ എത്താത്ത ഉയരത്തിൽ നിൽക്കുന്ന മാമ്പഴങ്ങൾ പറിച്ചെടുക്കുവാൻ വിവിധ തരത്തിലുള്ള ഹാർവെസ്റ്റിംഗ് എയ്ഡുകൾ കർഷകർ വിളവെടുപ്പ് സമയത്ത് ഉപയോഗിക്കാറുണ്ട്. മാവിന്റെ ഉയരങ്ങളുള്ള ചില്ലകൾ നിൽക്കുന്ന മാങ്ങ പറിക്കുന്നതിന് ഇത്തരത്തിൽ വലകൾ ഘടിപ്പിച്ച പീക്കിംഗ് സ്റ്റിക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഈ പീക്കിംഗ് സ്റ്റിക്കുകളുടെ മുകൾ ഭാഗത്തെ മെക്കാനിക്കൽ ജൗസ് ഉപയോഗിച്ച് മുകളിൽ നിൽക്കുന്ന മാങ്ങകൾ തറയിൽ വീഴാതെ പറിച്ചെടുക്കാൻ പറ്റും. ഇനി മാവിന്റെ താഴെ നിന്ന് പീക്കിംഗ് സ്റ്റിക്കുകൾ ഉപയോഗിച്ച് പറിക്കുവാൻ സാധിക്കാത്ത മാമ്പഴങ്ങൾ പറിക്കുന്നതിന് ഹൈഡ്രോളിക് ലാഡറുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഹൈഡ്രോളിക് ലാഡറിന്റെ സഹായത്തോടെ മുകളിലേക്ക് ഉയരുന്ന കർഷകൻ പീക്കിംഗ് സ്റ്റിക്കുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്വന്തം കൈകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് മാങ്ങ പറിച്ചെടുക്കുന്നത്. പറിച്ചെടുക്കുന്ന മാങ്ങകൾ നേരെ ഒരു ട്രംബോണിലേക്കാണ് നിക്ഷേപിക്കുന്നത്. ട്രംബോണിലേക്ക് മാങ്ങകൾ നിക്ഷേപിക്കുന്നതിന് മുന്നേ മാങ്ങയുടെ ഞെട്ടിൽ നിന്നും തണ്ട് അടർത്തി മാറ്റും. മാങ്ങയ്ക്ക് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു പ്രതിരോധ മാർഗമുണ്ട്. അതിന്റെ ഞെട്ടിൽ നിന്ന് തണ്ട് ഒടിച്ചു മാറ്റുമ്പോൾ വളരെ ശക്തിയായിട്ട് മാങ്ങയുടെ കറ പുറത്തേക്ക് ചീറ്റും. ആ കറ മുഖത്തോ ദേഹത്തോ ഒക്കെ വീണ് കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് പലർക്കും അതൊക്കെ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവ്വം ഞെട്ടൊടിച്ചതിന് ശേഷമാണ് ട്രംബോണിലേക്ക് മാങ്ങ ഇടുന്നത്. ട്രംബോണിൽ വീഴുന്ന മാങ്ങകൾ അവിടെ നിന്നും നേരെ വെള്ളത്തിലേക്കാണ് വീഴുന്നത്. ഏകദേശം 1 മിനിറ്റ്
മിനിറ്റോളം മാങ്ങകൾ അങ്ങനെ വെള്ളത്തിലിടുന്നതിന് മാങ്ങയുടെ കറയൊക്കെ നിശേഷം ഇല്ലാതാകുന്നതിന് വേണ്ടിയിട്ടാണ്. വെള്ളത്തിൽ നിന്നും എടുക്കുന്ന മാങ്ങകളെ ഒരു എലിവേറ്റർ ലാഡറിലാണ് പിന്നീട് വെക്കുന്നത്. ഈ എലിവേറ്റർ ലാഡർ മാങ്ങകളെ ഒരു ബോൾ പിന്നിൽ എത്തിക്കുന്നു. എലിവേറ്റർ ലാഡറിൽ നിന്നും ബോൾ പിന്നിലേക്ക് വീഴുന്ന മാങ്ങകൾക്ക് കേടുപാടൊന്നും സംഭവിക്കാതിരിക്കാൻ മാങ്ങകൾ ഒരു ബിന്നിലേക്ക് വീഴുന്ന ഭാഗത്ത് സ്പോഞ്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾ കാണാല്ലേ. പറിച്ചെടുത്ത മാങ്ങകൾ മുഴുവൻ നിരവധി ബോൾ പിന്നുകൾ നിറയ്ക്കപ്പെട്ടതിന് ശേഷം അവയെ സംഭരിച്ചു വെക്കുന്നതിനായിട്ട് തോട്ടത്തിൽ നിന്നും വലിയ സ്റ്റോർ ഹൗസിൽ എത്തിക്കുന്നു. അവിടെ നിന്നും മാമ്പഴങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടി ഫാക്ടറിയിൽ എത്തിക്കുന്നു. ഫാക്ടറിയിൽ എത്തിക്കുന്ന മാങ്ങകളെ ട്രക്കിൽ നിന്ന് അൺലോഡ് ചെയ്ത ശേഷം വൃത്തിയുള്ളതാക്കി മാറ്റാൻ വേണ്ടി ഒരു വാഷിംഗ് പ്രോസസ്സിലൂടെ കടത്തിവിടുന്നു. കഴുകൽ പ്രക്രിയയ്ക്ക് ശേഷം വെള്ളത്തിലൂടെ തെന്നി നീങ്ങി ഒരു കൺവെയർ ബെൽറ്റിന്റെ സഹായത്തോടെ ഫാക്ടറിക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നു. ഫാക്ടറിക്കുള്ളിലെത്തുന്ന മാങ്ങകളെ ഒരു പ്രീ ഹീറ്റിംഗ് സോഫ്റ്റനിങ് പ്രോസസ്സിന് വിധേയമാക്കുന്നതിന്റെ ഭാഗമായിട്ട് ചൂടുവെള്ളത്തിൽ 3 മുതൽ 5 മിനിറ്റ് വരെ ഇട്ടുവെക്കുന്നു. മാങ്ങകളിലുള്ള പോളിഫിനൽ ഓക്സിഡൈസ് എന്ന പദാർത്ഥം ഇല്ലാതെയാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതോടൊപ്പം ഈ പ്രോസസ് ചെയ്യുന്നതിലൂടെ മാങ്ങയുടെ നിറവും മണവും ഒക്കെ കൂടുതൽ നന്നാകും. പ്രീ ഹീറ്റിംഗ് സോഫ്റ്റനിങ് പ്രോസസ് കഴിഞ്ഞ മാങ്ങകൾ പിന്നീട് കൺവെയർ ബെൽറ്റിലൂടെ നീങ്ങി എത്തുന്നത് ഫാക്ടറിയിലെ ജീവനക്കാരുടെ അടുത്തേക്കാണ് കേട്ടോ അത് നീങ്ങി എത്തുന്നത്. വിഷ്വൽ ഇൻസ്പെക്ഷൻ എന്ന പ്രോസസ് ഇവിടെയാണ് നടക്കുന്നത്. തങ്ങളുടെ മുന്നിലൂടെ കൺവെയർ ബെൽറ്റിലൂടെ നീങ്ങുന്ന മാങ്ങകളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകളുള്ള മാങ്ങകൾ കണ്ടെത്തി നീക്കം ചെയ്യുന്ന ജോലിയാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. വളരെ ശ്രദ്ധാപൂർവമാണ് ഫാക്ടറി ജീവനക്കാർ ഈ ഘട്ടം പൂർത്തിയാക്കുന്നത്. കൺവെയർ ബെൽറ്റിലൂടെ വിഷ്വൽ ഇൻസ്പെക്ഷൻ പാസ്സായി എത്തുന്ന മാങ്ങകൾ ഫാക്ടറി ജീവനക്കാർ അവയുടെ വലിപ്പം അനുസരിച്ച് വേർതിരിക്കുന്നു. അത് പൂർത്തിയാകുന്നതോടെ മാങ്ങകൾ പാക്കിങ്ങിന് തയ്യാറാകും. ഇതുപോലെ കവറിംഗ് ചെയ്ത ശേഷം മാങ്ങകൾ പെട്ടികളിൽ നിറയ്ക്കുന്നു. മാമ്പഴങ്ങൾ നിറച്ച പെട്ടികൾ കൺവെയർ ബെൽറ്റിലൂടെ ട്രാൻസ്പോർട്ടേഷൻ ഏരിയയിലേക്ക് അയക്കപ്പെടുന്നു. അവിടെ നിന്ന് ട്രക്കുകളിൽ നിറച്ചാണ് മാമ്പഴങ്ങൾ വിപണിയിൽ എത്തിക്കുക. അതുപോലെ തന്നെ ഈ മാമ്പഴങ്ങൾ വിദേശത്ത് കയറ്റുമതി ചെയ്യപ്പെടാറുമുണ്ട്. ഇനി ഫ്രോസൺ മാമ്പഴം പ്രോസസ് ചെയ്യുന്ന ഫാക്ടറിയുടെ ഉൾക്കാഴ്ചകൾ നമ്മൾ കാണാൻ പോകുകയാണ് കേട്ടോ. ഫാക്ടറിയിലെത്തിയ മാമ്പഴങ്ങൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം അവയിൽ നിന്ന് നല്ല മാമ്പഴങ്ങൾ ശേഖരിക്കുന്നു. അതിനുശേഷം ഫാക്ടറിയിലെ ജീവനക്കാരുടെ സഹായത്തോടെ മാമ്പഴങ്ങളിലെ പുറംതൊലി നീക്കം ചെയ്യുകയും മാമ്പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ഇത്തരം വൃത്തിയുള്ള സാഹചര്യങ്ങളിലാണ് ഫ്രോസൺ മാമ്പഴം പ്രോസസ്സ് ചെയ്തെടുക്കുന്നത്. ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാൻ ഡൈസറുകളാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ മുറിച്ചെടുത്ത മാമ്പഴ കഷ്ണങ്ങൾ ഒരു കൺവെയർ ബെൽറ്റിലൂടെ മുന്നിലേക്ക് നീങ്ങുമ്പോൾ ഫാക്ടറിയിലെ ജീവനക്കാർ ആ കഷ്ണങ്ങളുടെ വിഷ്വൽ ഇൻസ്പെക്ഷൻ നടത്തുന്നു. ഈ അവസരത്തിൽ കൃത്യമായ അളവിൽ മുറിക്കപ്പെടാത്തതും അതുപോലെ തന്നെ കേടുവന്നതുമായിട്ടുള്ള മാമ്പഴ കഷ്ണങ്ങൾ അവർ നീക്കം ചെയ്യുന്നു. അതിനുശേഷം കൺവെയർ ബെൽറ്റിലൂടെ മുന്നിലേക്ക് നീങ്ങുന്ന മാമ്പഴ കഷ്ണങ്ങൾ പ്രത്യേകമായി തയ്യാറാക്കിയ കാർഡ്ബോർഡ് പെട്ടികളിൽ ശേഖരിക്കുന്നു. അതിനുശേഷം കൃത്യമായ അളവിലെ പെട്ടികളിലെ മാമ്പഴ കഷ്ണങ്ങൾ നിറച്ചതിന് ശേഷം അത് വിതരണത്തിന് സജ്ജമാക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം കേട്ടോ. അറിയിച്ചാൽ മാത്രമേ ഫാക്ടറി ടിവിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമന്റുകളും എല്ലാം അറിയിക്കണം. നിങ്ങൾ ഈ വീഡിയോ കാണണം, എന്നാൽ മാത്രമേ യൂട്യൂബ് നമ്മളെ ഈ ചാനൽ ഉയർത്തിക്കൊണ്ട് വരത്തുള്ളൂ. ഓക്കെ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ സന്ദർശിക്കാനും മറന്നു പോകരുത്, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ഫാക്ടറി ടിവി ഫോർ ദി വണ്ടർഫുൾ ഫാക്ടറി മേക്കിംഗ് വീഡിയോസ്.